നമ്മുടെ കമ്പനിയുടെ ഫിനാൻസ് മുഴുവനും ഇപ്പൊ ദേവികച്ചിയുടെ നിയന്ത്രണത്തിലാണ്. ചേച്ചിയാണ് ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം സൈനിങ് അതോറിറ്റി. ഒരു രൂപ വാങ്ങണമെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ചേച്ചിയുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അല്ല, അതിന്റെ ജാട ഇപ്പൊ ചേച്ചി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ജാട കാണിച്ചെന്നോ? ചേച്ചി ആരോടും ഒരിക്കലും അഹന്ത കാണിക്കാൻ സാധ്യതയില്ലല്ലോ. അങ്ങനൊരു ദേവികേച്ചി ഉണ്ടായിരുന്നു. പക്ഷേ അത് അധികാരവും സ്ഥാനവും ഒക്കെ കയ്യിൽ വന്ന് ചേർന്നപ്പോ ആളാകെ അങ്ങ് മാറി. അബി, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക, നീ ഇതെന്തടിസ്ഥാനത്തിലാ ദേവിയെ കുറ്റപ്പെടുത്തുന്നേ? ദേവികയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം നിനക്കുണ്ടായോ? ഇന്ന് പാവം അനീഷേട്ടൻ ശമ്പളത്തിൽ നിന്ന് കുറച്ച് തുക അഡ്വാൻസ് ചോദിച്ചു വന്നിരുന്നു. വീട്ടിലെന്തോ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അനീഷേട്ടൻ അഡ്വാൻസ് ചോദിച്ചത്. പക്ഷെ ദേവികേച്ചി അത് കണ്ട ഭാവം നടിച്ചില്ല. അഡ്വാൻസ് തരാൻ പറ്റില്ലെന്നും പറഞ്ഞ് ചേച്ചി അനീഷേട്ടനെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറഞ്ഞു വിട്ടു. അല്ല, അത് ശരിയാണോ? അബി, എടാ, നീ എന്ത് വർത്താനം ഈ പറയുന്നത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കത് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞതിൽ എന്താ പോരായ്മ? ദേവിയേച്ചി പറഞ്ഞ എന്താണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയാണോ പറയുന്നത്? അനീഷേട്ടന് പണം കൊടുക്കാൻ പറ്റില്ലെന്നാണോ ദേവിയേച്ചി പറഞ്ഞത്? അങ്ങനെയൊന്നും ദേവിയേച്ചി പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ട് പണം കൊടുക്കാന്നല്ലേ ദേവിയേച്ചി പറഞ്ഞോളൂ. എടാ, അതിനെന്തിനാ നീ ഇങ്ങനെ ദേവിയേച്ചി കുറ്റം പറയുന്നേ? ദേവികേച്ചിയുടെ പെരുമാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അത് അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും അതിപ്പോ മനസ്സിലായില്ലെങ്കിൽ വൈകാതെ നിങ്ങളത് തിരിച്ചറിഞ്ഞോളൂ. ഇപ്പോ ദേവിക ചേച്ചിയെ കൊമ്പത്തെടുത്ത് വെക്കുന്ന നിങ്ങള് ഇത് ഓർത്തോർത്തു പശ്ചാത്തപിക്കും. അഭി, നീ എന്താണ് ഈ പറയുന്നത്? വല്യമ്മയുടെ പ്രിയപ്പെട്ട മരുമകള് ഇപ്പൊ എവിടെയുണ്ടെന്ന് വല്യമ്മയ്ക്ക് അറിയോ? ആ മരുമകൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപമുണ്ടോ? അറിയില്ല. ദേവിക ചേച്ചി ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ശ്രീയല്ലേ, എന്താ മോളെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താ ചിന്തിക്കുന്നെന്ന് അച്ഛൻ അറിയില്ലേ? എനിക്ക് ചിന്തിക്കാൻ ഒന്നും മാത്രമേ ഉള്ളൂ. എന്റെ മോളുടെ ജീവിതം, അവളുടെ ഭാവി. അതെന്താവുന്ന ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീയല്ലേ, ദേവിക നിന്നോട് പറഞ്ഞത് നീ ഓർമ്മിക്കുന്നില്ലേ? നിന്നോട് സമാധാനമായിട്ടിരിക്കാനല്ലേ അവള് പറഞ്ഞേ? അവൾക്ക് അങ്ങനെയൊക്കെ പറയാം എന്ന് കരുതി എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഓർമ്മ നഷ്ടപ്പെട്ട സിദ്ധുവായി ഒരിക്കലും അവളുടെ വിവാഹം നടത്താൻ പാടില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഓർമ്മ വരുമ്പോ അവന് നമ്മളെ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്റെ മോളെ പോലും അവൾ ഓർമ്മിക്കുന്നില്ല എന്നല്ലേ അവൾ നമ്മളോട് പറഞ്ഞത്. അപ്പൊ പിന്നെ അവൾ അവനെ ശുശ്രൂഷിച്ച് ഇങ്ങനെ കൂടെ താമസിക്കുന്നതിൽ എന്ത് പ്രയോജന? ഓർമ്മ വരുമ്പോ സിദ്ധു എന്റെ മോളെ കറിവേപ്പില പോലെ വലിച്ചെറിയില്ലേ? ഇപ്പൊ അതേക്കുറിച്ചൊന്ന് ആലോചിച്ച് അസ്വസ്ഥയാകണ്ട നീ. സമയാവട്ടെ, സിദ്ധുവിന്റെ അസുഖം ഭേദമാവട്ടെ. അവന്റെ അസുഖം പൂർണ്ണമായി മാറിയാൽ മാത്രമേ നമ്മുടെ ഈ സംശയത്തിന് വ്യക്തമായ ഉത്തരം കിട്ടുകയുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ എന്റെ മോളുടെ ജീവിതം ഉരുക്കി തീരും. അവനൊരാണാ. എന്റെ മോളെ ഉപേക്ഷിച്ചാലും അവന് വേറെ ജീവിതം കിട്ടും. പക്ഷെ അതുപോലെയാണോ എന്റെ മോള്? സിദ്ധുവിനെ ഓർമ്മ കെട്ടിയിട്ട് തീരുമാനം എടുക്കാന്ന് കരുതിയ ഒരു പക്ഷേ എന്റെ മോളുടെ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വരും. നീ ഇപ്പൊ പറഞ്ഞ അവസ്ഥയെക്കുറിച്ചൊക്കെ അവള് ചിന്തിക്കാതിരിക്കോ? അവള് ചിന്തിച്ചാലും ശരി, ചിന്തിച്ചില്ലെങ്കിലും ശരി, അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതത്തിന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. പാർക്കിൽ വെച്ചുള്ള അവളുടെ സംസാരത്തിൽ നിന്നും അവള് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ടെൻഷൻ
ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ വല്ലാത്ത ആദ്യ മോളെ. അതിന്റെ ഒരു ആവശ്യമില്ലമ്മേ. എനിക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടെന്നുള്ളത് നേര് തന്നെയാ. എന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക് മോളെ. അമ്മേ, ഞാൻ ഇങ്ങോട്ട് വന്നു കയറിയതല്ലേ ഉള്ളൂ, നമുക്ക് സംസാരിക്കാം. ആഹാ, അത് മതി. ആ, മക്കള് വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് കയറുവാ. മലകടമേ, മലകടമ്മയ്ക്ക് ചോക്ലേറ്റ് ആണോ? അമ്മേ, മോളൊന്നും കാര്യാക്കണ്ട. നിന്നോട് അകൽച്ച കാണിച്ചിരുന്ന ആളല്ലേ ശ്രീകല. ഇപ്പോ അവളുടെ അകൽച്ച മാറി മോളോട് സംസാരിക്കാൻ തുടങ്ങില്ലേ. അതുപോലെ സിദ്ധുവിനോടുള്ള വിരോധവും കാലക്രമേണ ശ്രീകല നകന്നു പോവും. മോള് സമാധാനിക്കേ. ആ, മക്കള് വാ. ആ മുത്തശ്ശ, മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ടോ? അവളകത്തുണ്ട്. നിങ്ങൾ വാ. ആ, വാ മോനെ, വാ. ഹായ്. എന്നെ കണ്ടപ്പോ ചേച്ചിയുടെ മുഖം മങ്ങിയല്ലോ. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ചേച്ചി ഇനി വിഷമിക്കേ വേണ്ട. ദേ, ഇത് പണമാ. അനീഷേട്ടൻ ചോദിച്ചതിനേക്കാളും കൂടുതൽ പണം ഇതിനകത്തുണ്ട്. ചേച്ചി ഇനി സന്തോഷത്തോടെ കല്യാണത്തിന് പോണം. ഇത് വാങ്ങിക്ക ചേച്ചി, വാങ്ങിക്ക ചേച്ചി. അനീഷേട്ടൻ എന്നോട് അഡ്വാൻസ് ആയിട്ട് പണം ചോദിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല. അതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഓഫീസിൽ എനിക്ക് ഉണ്ടായിരുന്നു. പണം അനുവദിക്കാനുള്ള പെർമിഷൻ എനിക്കുണ്ടെങ്കിലും അവിടുത്തെ അങ്ങളുടെ അറിവില്ലാതെ എനിക്കത് ചെയ്യാനൊന്നും ആവില്ല. അതായിരുന്നു ഒരു റീസൺ. പിന്നെ പണം മുഴുവൻ ചേട്ടൻ കൊണ്ടുവന്ന് അത് ചേച്ചിയെ ഏൽപ്പിക്കൂ എന്നൊരു ടെൻഷനും എനിക്ക് ഉണ്ടായിരുന്നു. അതിനർത്ഥം എനിക്ക് ചേട്ടനെ പൂർണ്ണമായും വിശ്വാസമില്ല എന്നല്ല. ചേച്ചിയുടെ ആവശ്യം കൃത്യമായി നടക്കണമല്ലോ. അഥവാ ചേട്ടനെങ്ങാനും ഈ പണം കൃത്യമായിട്ട് ഇവിടെ എത്തിക്കാതിരുന്ന പിന്നെ അതും ഒരു വിഷമാവുമല്ലോ. അത് ഒഴിവാക്കാനാ ഇത് അനീഷേട്ടനെ ഏൽപ്പിക്കാതെ ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുവന്നത്. അനീഷേട്ട ഇപ്പൊ ഒരുപാട് മാറി ദേവികെ. അത് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. പഴയ സ്വഭാവമൊക്കെ മാറ്റി ചേട്ടനൊരു പുതിയ ജീവിത രീതി ആരംഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ രൂപ കൃത്യസമയത്ത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ദേവികയുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. അനീഷേട്ടൻ അവകാശപ്പെട്ട പണം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്നു മാത്രം. കല്യാണത്തിന് പോവാതെ കുടുംബക്കാരുടെ മുന്നില് നാണം കെടുവെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ ആ പേടിയൊക്കെ പോയി. ഇനി എനിക്ക് ധൈര്യമായിട്ട് അവരുടെ മുന്നിലേക്ക് പോവാലോ. അപ്പോ എന്റെ കർത്തവ്യം കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. ആ, മോള് പോവാണോ ഇപ്പോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ ദേവു. ഞാൻ നിനക്ക് സിദ്ധാർത്ഥന് കഴിക്കാനുള്ളത് പെട്ടെന്ന് എടുക്കാം. നിങ്ങൾ ഇരിക്കെ. അയ്യോ ചേച്ചി, ഒന്നും വേണ്ട ചേച്ചി. പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. ഞങ്ങൾ ഇവിടേക്ക് വരുന്ന വിവരം വീട്ടിൽ ആർക്കും അറിയില്ല. അവിടെ ആരോടും പറയാതെയാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത്. പെട്ടെന്ന് അവിടെ തിരികെ ചെല്ലണം. അവിടെ എല്ലാരും ഇപ്പൊ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. പോകുന്നതിന് മുൻപ് അമ്മയെ കണ്ടെന്ന് സംസാരിക്കണം മുത്തശ്ശ. അമ്മ എവിടെയോ? അവളിവിടെ എവിടെയെങ്കിലും കാണും. ആ, കാണട്ടെ. അമ്മേ, അമ്മേ, അമ്മേ കതക് തുറക്ക്. അമ്മേ, അമ്മേ കതക് തുറക്കമ്മേ. മലകടമ്മേ തുറക്ക്, നമുക്ക് കഴിക്കണ്ടേ?
അമ്മ അമ്മ ഇവിടെ കുട്ടനെടുത്തിരുന്നേ. ഇല്ല, ഞാൻ ഇരിക്കില്ല. ഇവിടെ ഇരുന്നാൽ എന്താ കുഴപ്പം? നീ എവിടെ ഇരിക്കില്ലെന്നല്ലേ പറഞ്ഞേ? ഇരിക്കുകയല്ലേ? ഇല്ല അച്ഛാ, എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ ഇരിക്കില്ല. അയ്യോ അമ്മേ, അവിടെ ഒന്ന് ഇരിക്കേ പ്ലീസ്. അമ്മേ ഇല്ല അങ്ങോട്ട്. ഇരിക്കമ്മേ, ഇരിക്കേ. അമ്മേ, അമ്മ എന്തിനാ കുട്ടനിൽ നിന്നും ഇങ്ങനെ മുഖം മാറ്റി നടക്കുന്നേ? കുട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എന്താ അമ്മേ കുഴപ്പം? അമ്മ കുട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കണം, എന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി പറയേ കുട്ടനൊരു കൊലപാതകയാകാൻ കഴിയുമോന്ന്. കുട്ടൻ ആരുടെയെങ്കിലും ജീവൻ എടുക്കാൻ സാധിക്കുമോന്ന്. ആദ്യം ഞാനും അമ്മയെപ്പോലെ തന്നെ ചിന്തിച്ചത്. അച്ഛന്റെ മരണത്തിൽ കുട്ടന് പങ്കുണ്ടാകുന്ന ഞാനും സംശയിച്ചു. പക്ഷേ ഇപ്പൊ ഞാൻ കുട്ടനെ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. കുട്ടൻ ഒരിക്കലും ഞങ്ങളുടെ അച്ഛന്റെ ജീവനെടുക്കാനാവില്ല അമ്മേ. അച്ഛന്റെ മരണം കുട്ടൻ കാരണമല്ല സംഭവിച്ചത്. കുട്ടൻ ഒരിക്കലും നമ്മുടെ അച്ഛന്റെ ജീവനെടുക്കാനാവില്ല. അമ്മയോട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്ന് ആ ആക്സിഡന്റിന് മുൻപ് കുട്ടന്റെ വണ്ടിയുടെ ബ്രേക്ക് ആരോ നശിപ്പിച്ചിരുന്നു. അങ്ങനെ ബ്രേക്ക് നഷ്ടപ്പെട്ട ആ വണ്ടി നിർഭാഗ്യവശാൽ നമ്മുടെ അച്ഛനെ ഇടിച്ചതായിരിക്കാം. അങ്ങനെയായിരിക്കും നമ്മുടെ അച്ഛൻ മരണപ്പെട്ടത്. സത്യത്തിൽ അത് കുട്ടന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ആരോ നടത്തിയ ശ്രമമായിരുന്നു അമ്മേ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുക, നമ്മുടെ അച്ഛന്റെ മരണം കുട്ടൻ കാരണം അല്ല ഉണ്ടായത്. അത് മനഃപൂർവ്വം നടത്തിയ ഒരു കൊലപാതകമല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. ഇതിനൊരു കൃത്യത ഉണ്ടാകണമെങ്കിൽ കുട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകണം. പാർക്കിൽ വെച്ച് കുട്ടൻ ഓർമ്മ തിരികെ കിട്ടിയപ്പോ അമ്മ ഇക്കാര്യങ്ങളൊക്കെ കുട്ടനിൽ നിന്ന് അറിയാൻ ശ്രമിക്കണമായിരുന്നു. അതിനു പകരം ഇമോഷണലായി അമ്മ കുട്ടനെ തല്ലി. അതുകൊണ്ടാണല്ലോ കുട്ടൻ വീണ്ടും ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. സിദ്ധു നിന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോഴാ ശ്രീകല സിദ്ധുവിനെ തല്ലിപ്പോയത്. അമ്മ എനിക്ക് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും കുട്ടനെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. അമ്മയുടെ മകളെ വളരെയേറെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കുട്ടനെന്ന് അമ്മ തിരിച്ചറിയണം. എനിക്കൊരപേക്ഷ മാത്രമേ അമ്മയോടുള്ളൂ. അമ്മയൊരിക്കലും കുട്ടനെ ഒരു കൊലയാളിയായി കാണരുത്. അമ്മയുടെ കാല് പിടിച്ച് ഞാൻ പറയുക. നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ജീവിതം നഷ്ടപ്പെട്ട എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല മോളെ. നീ കുട്ടനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നിന്നെ ഞാനും സംരക്ഷിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആദ്യമുണ്ട് മോളെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അസുഖം ഭേദമായി സിദ്ധുവിന് ഓർമ്മകൾ പൂർണ്ണമായും തിരികെ കിട്ടിയ ഈ സിദ്ധു നിന്നെ മറക്കും മോളെ. സിദ്ധു പിന്നെ ഒരിക്കലും നിന്നെ ഓർമ്മിക്കില്ല. അതറിഞ്ഞിട്ടും നീ സിദ്ധുവിനെ അമിതമായിട്ട് സ്നേഹിക്കാം മോളെ. ഉള്ളു തുറന്ന് ഇഷ്ടപ്പെടുക. സിദ്ധു നിന്റെ ഭർത്താവായതുകൊണ്ട് നിനക്കിങ്ങനെ സിദ്ധുവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാ എനിക്ക് എന്റെ ഭർത്താവിനോടുണ്ടായിരുന്ന സ്നേഹവും. അദ്ദേഹം മരണപ്പെട്ടെങ്കിലും എന്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം ഒരിക്കലും ആയില്ല. എന്റെ മരണം വരെയും അതിനൊരു മങ്ങലും ഏൽക്കില്ല. അതുകൊണ്ട് എനിക്ക് സിദ്ധുവിനോട് വൈരാഗ്യം തോന്നുന്നത്. ഞാനെന്ന് കണ്ട കാഴ്ച അതായിരുന്നല്ലോ. അമ്മ, ആ കാഴ്ചയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യമാണ് ഞാനിപ്പോ അമ്മയോട് പറഞ്ഞത്. അമ്മ അത് ഉൾക്കൊള്ളണം. കുട്ടനോടുള്ള വൈരാഗ്യമൊക്കെ അമ്മ മറക്കണം. എനിക്കറിയില്ല. എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. നീ പറഞ്ഞത് ഉൾക്കൊണ്ട് സിദ്ധുവിനോട് ദേഷ്യപ്പെടാതിരിക്കാം. അത്ര എനിക്ക് പറയാനാവൂ. ഏതായാലും എന്റെ വാക്കുകൾ കേൾക്കാൻ അമ്മ മനസ്സ് കാണിച്ചല്ലോ.
അതിലെനിക്ക് വലിയ സന്തോഷമുണ്ടമ്മേ. കുട്ടനോടുള്ള ദേഷ്യം കുറയ്ക്കാം നമ്മ പറഞ്ഞല്ലോ. അത് വലിയൊരു സമാധാനമാണമ്മേ. എല്ലാം നന്നായി വരും. ശ്രീകലയുടെ മനസ്സിനേറ്റ മുറിവുകൾ കാലം മായ്ക്കും. അതാണ് എന്റെയും പ്രതീക്ഷ. ഈ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാവും മുത്തശ്ശ. ഏതായാലും ഇനിയധികം സംസാരിച്ചിരിക്കാൻ പറ്റില്ല. അവിടെ പൊന്നാരം തോട്ടത്തില് എല്ലാരും ഞങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഇറങ്ങാം. ഒന്നുമില്ല. ശരി അമ്മ. കുട്ടാ വാ. വാമനെ, ശരി അമ്മ, വിഷമിക്കരുത് കേട്ടോ. വാ വാ, ടാറ്റാ ടാറ്റാ. മോളെ, മോളിതുവരെ ഉറങ്ങിയില്ലേ? എന്താ ഉറങ്ങാത്തെ? ഈ വീടിനകത്താണ് കുട്ടനെതിരായ അപകടം പതിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലേ? അത് ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാ ഇതുപോലുള്ള ആക്രമങ്ങളെല്ലാം നടക്കുന്നത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്. പക്ഷെ അമ്മ അത് തിരിച്ചറിയുന്നില്ലല്ലോ. അറിഞ്ഞാൽ അമ്മ ഒരിക്കലും നിന്നോട് ശത്രുവിനെ പോലെ പെരുമാറില്ല. അതെനിക്ക് ഉറപ്പാ. മുത്തശ്ശി കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് എനിക്ക് പരിഭവം ഒന്നുമില്ല. കുട്ടനോടുള്ള അമിത സ്നേഹം കൊണ്ടാ മുത്തശ്ശി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുട്ടന്റെ ശത്രുക്കൾ നമ്മൾ കരുതുന്നതിനേക്കാളും തന്ത്രശാലികളാണ്. അവരെങ്ങനെയോ മുത്തശ്ശിയെ സ്വാധീനിച്ചിരിക്കുന്നു. അവരുടെ ഉദ്ദേശം തിരിച്ചറിയാതെ അവരുടെ കയ്യിലെ കളിപ്പാവയായിരിക്കാം മുത്തശ്ശി. പക്ഷെ ദേവിക, നീ പറയുന്നതങ്ങ് മുഴുവൻ എനിക്ക് വ്യക്തമായിട്ടങ്ങ് മനസ്സിലായിട്ടില്ല. ഈ വീട്ടിനുള്ളിൽ ആരാണ് സിദ്ധുവിന്റെ ശത്രു? ദേവിക ആരെയാ ഉദ്ദേശിക്കുന്നേ? എന്താ നീ ഉദ്ദേശിക്കുന്നേ? ദേവിക്ക് ആരെയാ സംശയം? ഒന്നും പറയാറായിട്ടില്ല അമ്മേ. സമയമാവുമ്പോൾ തെളിവുകൾ സഹിതം എല്ലാം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അത് വേറൊരു ആരോപണം മാത്രമേ പോയില്ല അമ്മേ. എന്ത് തന്നെ ആയാലും കുറ്റവാളികൾ ആരാണെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതോടൊപ്പം കുട്ടൻ്റെ അസുഖവും ഞാൻ ഭേദമാക്കിയെടുക്കും. എല്ലാം ഭംഗിയായി തന്നെ നടക്കും അമ്മേ. നിന്നെ എനിക്ക് വിശ്വാസം മോളെ. നിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ നാളെ രാവിലെ നമുക്ക് അമ്പലത്തിലേക്ക് പോകണം. അതിനുശേഷം മാത്രം എന്തെങ്കിലും ചെയ്താൽ മതി. മോളെ സിദ്ധുവും രാവിലെ നേരത്തെ തന്നെ റെഡിയാവണം. ശരി അമ്മ. എന്നാ മോള് കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മ. കൂട്ടാ, ക്ഷേത്രത്തിലെത്തുമ്പോ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. മറ്റെവിടേക്കും പോരുത്. ഇല്ലില്ല, ഞാൻ മാലയുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മേ, അമ്മേ, അമ്മേ. നിങ്ങൾ റെഡിയായോ? നമുക്കിറങ്ങിയാലോ? അമ്മേ, മുത്തശ്ശിയും കൂടി ഒന്ന് വിളിക്കോ? വിളിക്കമ്മേ.
അമ്മേ, ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോവാം. അമ്മയും കൂടി ഞങ്ങളോടൊപ്പം വരണം. ഞാനില്ല, നിങ്ങൾ പോയാ മതി. അങ്ങനെ പറയരുതമ്മേ. അമ്മയും കൂടി വന്നാലല്ലേ എനിക്ക് സിദ്ധുവിന് സന്തോഷാവും. ഞങ്ങളെക്കാൾ അധികമായി സിദ്ധുവിനെ സ്നേഹിക്കുന്ന അമ്മയല്ലേ. ആ സ്ഥിതിക്ക് അമ്മ വന്നേ മതിയാവും. പറ്റില്ല എന്ന് പറയരുത്. അമ്മേ. ശരി, ഞാൻ വരാം. വാ.